കൂട്ടുകാരെ, എല്ലാവരെയും റുക്കിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല ഞാൻ ഇന്ന് വന്നത്. ഇന്ന് പച്ചച്ചീര കൊണ്ടുള്ള നല്ലൊരു തോരൻ, അതും അത്താഴത്തിന് പൊലച്ചക്ക് നല്ല സൂപ്പർ ടേസ്റ്റില് ഞാൻ തന്നെ വിളവെടുത്ത്, കുറച്ച് കൃഷിയായിട്ട് ബന്ധപ്പെട്ടുണ്ട്, ഞാൻ വിളവെടുത്ത് അത് അരിഞ്ഞ് ചീര ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നമുക്ക് പൊലച്ചക്ക് ചോറുന്നാൽ എന്തൊരു സൂപ്പർ ആയിരിക്കും അറിയോ. എന്നാൽ വരി നമുക്ക് കാണാനും. വിളവെടുക്കുക, വെള്ളച്ചീര ഒന്നരാട വിളവെടുക്കാനുണ്ടാവും. നനച്ചു കൊടുത്താൽ ഇത് നല്ല ഉണ്ടാവും. ഇതെന്തൊരു ടേസ്റ്റാന്നറിയോ ചോറിന്. ഇപ്പൊ നോമ്പല്ലേ, അത്താഴത്തിനൊക്കെ സൂപ്പറാ. ഇതാ ഇഷ്ടം പോലെ. കൂടാതെ ഇപ്പൊ 2 ദിവസം മുമ്പ് ഒരു മഴ പെയ്തല്ലോ, ആ മഴക്ക് വല്ലാതെ ഉഷാറായി, അടിപൊളി. കുറേ സാധനം വിളവെടുക്കാനുണ്ട്. ഞാന് ചീര മൊത്തം പറിച്ചിട്ട് കാണിച്ചു തരാം, വിളവെടുത്തിട്ട് കാണിച്ചു തരാം. കുറെ വിളവെടുത്തെങ്കിലും കുറച്ച് മതി ഇന്ന് തോരൻ വെക്കാന്. നോമ്പല്ലേ, അത്താഴത്തിന് കൂടുതലൊന്നും തിന്നാൻ കഴിയില്ല. അപ്പൊ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് ഫ്രഷ് ഇങ്ങനെ പറിച്ചിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പൊ ഞാൻ ഇന്ന് പറിച്ച് കൂടുതലങ്ങ് വിതരണം ചെയ്തതാ. ഞങ്ങൾ ഇതെടുത്തുള്ളൂ, ഇത്ര മതിയുണ്ട് നോമ്പിന്. അപ്പൊ ഞാനിത് നന്നാക്കി എടുക്കട്ടെ. ഇതാ നന്നാക്കി എടുത്തു. ആ കൂട്ടത്തിൽ ഞാൻ ഇതുകൂടെ ഇടുന്നുണ്ട്. എനിക്ക് ഈ ചീരൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മാത്രമാണ് എനിക്കിഷ്ടം കേട്ടോ. ഇത് മാത്രമുള്ള തോരനാണ് എനിക്കിഷ്ടം. ഇംഗ്ലീഷ് ചീര എന്ന് പറയും ഇതിന്. ഞാൻ ഇത് കുറേ നട്ടുപിടിപ്പിച്ചിരുന്നു. പക്ഷെ ഇവിടെ ഇത് മാത്രമുള്ള ചീര തോരൻ ഉണ്ടാക്കുകയാണ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഞാൻ കൂട്ടത്തില് മറ്റേ ചീരന്റെ കൂട്ടത്തിൽ അങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ കുറഞ്ഞൊരു ടേസ്റ്റ് വന്നോളൂ. നല്ലൊരു ടേസ്റ്റാ ചമ്മന്തിയൊക്കെ കൂട്ടി ഉണ്ടാക്കിയാല്. ഇത് കുറേ വേലിന്റെ ഭാഗത്തൊക്കെ അങ്ങ് നട്ടുകൊടുത്താലേ, നനച്ചും കൊടുത്താൽ നല്ലോണം തളിരി വരും. തളിരാണ് എടുക്കേണ്ടത്. അപ്പൊ ഞാൻ 2 ഇലയത്തിൽ ഇട്ടുള്ളൂ എന്റെ ഒരു താല്പര്യത്തിന്. അപ്പൊ രണ്ടും കൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് അരിയാൻ നോക്കട്ടെ. ഇതാ കഴുകി വൃത്തിയാക്കി, 2 ചെരി ഒന്നിച്ചാൻ കഴുകി വൃത്തിയാക്കിയതാ. ഞാനിങ്ങനെ വയറിലിന് ഇങ്ങനെ ഉറയിട്ടിട്ടാ അരിയില്. കട്ടിമ്പോളിൽ അരിയുന്നത് എനിക്ക് അറിയില്ല, എനിക്കൊരു പ്രയാസം പോലെയാ. അപ്പൊ എനിക്ക് ഇങ്ങനെ അരിഞ്ഞാൽ എനിക്കൊരു കുനുകുനാ ചെറുതാക്കി അരിയും. കുറേ പേര് കട്ടിമ്പോളിലാണല്ലേ അരിയൽ. ഇവിടെ അതൊക്കെ ഉണ്ട്, 2-3 തരം ഉണ്ട്. പക്ഷെ ഞാൻ അരിയൽ ഇങ്ങനെയാ. ഇനി ചെറുതാക്കി അരിഞ്ഞിട്ട് പിന്നെ തേങ്ങ ചമ്മന്തിയൊക്കെ കൂട്ടി ഉണ്ടാക്കല. നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കമന്റ് ചെയ്യണേ. ഇത് പൊലച്ചക്കുള്ളതായത് കൊണ്ടേ ഉണ്ടാക്കി വെക്കുക. എന്താ സ്മെല്ല് എന്നറിയോ, നല്ല ഫ്രഷ് ആണല്ലോ, വിളവെടുത്ത് കൊണ്ടുവന്ന പാടെ. പിന്നെ ഇതിൽ അങ്ങനെയൊന്നും മരുന്നടിച്ചിട്ടുമില്ല, ഒരു നന മാത്രം. നനയും വെയിലും ഉണ്ടെങ്കിലുണ്ടല്ലോ ഇത് പൊട്ടി 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 ഉണ്ടാവും. ഇത് ശാഖയാണല്ലോ, നമ്മൾ ഇലയാണല്ലോ ഇത് എടുക്കുന്നത്. നനവ് കുറഞ്ഞ പൂട്ടറിയും. പൂട്ടാ പിന്നെ ഇലന്റെ ഒക്കെ വീതി നീളമൊക്കെ കുറയും. അപ്പൊ നനവ് നല്ലോണം നനച്ചു കൊടുക്കുക. അരിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതാ അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ചമ്മന്തി ഉണ്ടാക്കട്ടെ. ഇത് അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പേ പച്ചമുളകൊക്കെ ഇട്ടിട്ട് കാന്താരി ആദ്യം പറിച്ചു കൊണ്ടുവരട്ടെ. കാന്താരി ഒരു ചെടിയൊക്കെ നമ്മള് കാന്താരിൻ്റെ ഒക്കെ പിടിപ്പിക്കണം. എന്നാൽ നമുക്ക് ഫ്രഷായത് പറിച്ചെടുക്കാലോ. കാന്താരി, കറിവേപ്പില അതൊക്കെ നമുക്ക് വേണ്ടതാട്ടോ ഒരു വീട്. ഞാൻ മുറ്റത്തുനിന്ന് കാന്താരിയും പറിച്ച് വരുമ്പോ ഈ പൂക്കളെ കണ്ടപ്പോ അവിടെ നിന്നുപോയി. എന്തൊരു ഭംഗിയാലേ, നിങ്ങൾക്കും കൂടി കണ്ടോട്ടെ എന്ന് വിചാരിച്ച്. എന്തൊരു ഭംഗിയായത്, എല്ലാ കളറാ. അതുപോലെ തന്നെ എൻ്റെ ബോഗൺവില്ലയും. ഈ കളർ നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല ഫോണില്. നേരിട്ട് ഭയങ്കര കളറാ, കട്ട ചുവപ്പ്. ചട്ടി അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പേ എല്ലാം റെഡിയാക്കണം. എന്താ തോരൻ ഉണ്ടാക്കുന്ന ചമ്മന്തി, കാന്താരി ഉള്ളിയിട്ടിട്ട് ചെറുക്കിയെടുക്കണം. ഇത് അരിഞ്ഞു വെച്ചു. ഇനി വെളുത്തുള്ളി ചെറുക്കട്ടെ. വെളുത്തുള്ളിലാണ് വറവിടുന്നത്. കറക്കല്. ചട്ടി അടുപ്പത്ത് വെച്ചു, വെളുത്തുള്ളി ഇട്ട്. വെളുത്തുള്ളിയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാനെല്ലാം ഉണ്ടാക്കുന്നത് മൺപാത്രത്തിലാട്ടോ. മൺപാത്രത്തിൽ ഉണ്ടാക്കിയാൽ എനിക്കൊരു തൃപ്തിയുള്ളൂ. ഇത് ഗോൾഡൻ കളർ ആവട്ടെ. ഗോൾഡൻ കളറായി. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ.
കൂടുതൽ ഉണ്ടാക്കണേ അതിനനുസരിച്ചുള്ള വെളുത്തുള്ളിയും ഒക്കെ എടുക്കണം. ചട്ടി വരെ മാറ്റണം കൂടുതലാവുമ്പോൾ. ഇത് കുറച്ചേ ഉണ്ടാക്കും. നോമ്പായത് കൊണ്ട് ഭക്ഷണമൊന്നും അധികം പോകൂല അത്താഴത്തിന്. വെളുത്തുള്ളി വറവിട്ട് ഇതാങ്ങില്ല. വെള്ളമൊന്നും ഒഴിക്കരുത്, വെള്ളമൊന്നും വേണ്ട. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ചും കൂടെ കഴിയണം. എന്നാലേ ഞാൻ ആ ഒതുക്കിയ തേങ്ങ ഇടുന്നുള്ളൂ. അടച്ച് വെച്ച് ഇനി കുറച്ച് കഴിയട്ടെ. കുറച്ച് വേവൊക്കെ ഇനി നമ്മള് ഒതുക്കിയ തേങ്ങ ഇടുക. തേങ്ങ ഇടാതെ ഉണ്ടാക്കും കേട്ടോ ഇത്. പക്ഷെ ഞാൻ തേങ്ങ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. ലാസ്റ്റേ തേങ്ങ ഇട്ടുള്ളൂ എന്ന് മാത്രം. നല്ല ടേസ്റ്റാണ് ഇത്. ചോറ് തിന്നാനിതും കൂട്ടിയിട്ട് അത്താഴത്തിന് സൂപ്പറാ. നമ്മള് ഇതാണെങ്കിൽ നമുക്ക് കൂടുതലായി വേണ്ടി വരും. ചോറ് എപ്പം തീർന്നു ചോദിച്ചാൽ മതി. അല്ലെ തന്നെ അത്താഴത്തിനൊന്നും നമുക്ക് ഇറങ്ങൂരല്ലോ. ഒന്നും ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തന്നെ. അപ്പൊ ഇങ്ങനെയുള്ള ഒക്കെ ഉണ്ടാക്കിയാലേ ഉഷാറായിട്ട് കഴിക്കാം. അപ്പൊ ചീരത്തോര റെഡിയായി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.